റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് മോഷ്ടിക്കുന്ന മൊബൈലും ലാപ്ടോപ്പും വാങ്ങുന്നയാളെ എറണാകുളം റെയിൽവേ പോലീസ് പിടികൂടി. അസം സ്വദേശി സദറുൽ ഇസ്ലാമാണ് പിടിയിലായത്. 6 മൊബൈൽ ഫോണുകളും 2 ലാപ്ടോപ്പും കണ്ടെടുത്തു. മുമ്പ് ആറന്മുളയിൽ നിന്നും ട്രെയിനിൽ മോഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഫൈസൽ അലി, നിസാർ സിദ്ദീഖ് 2 പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. കേസിൻ്റെ കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ 2 പ്രതികളെയും ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും ഈ മോഷണം ചെയ്തെടുക്കുന്ന വസ്തുക്കൾ ഒരു ഹിന്ദിക്കാരന്, ഏലൂരുള്ള ഒരു ഹിന്ദിക്കാരന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആ കുറ്റസമ്മത മൊഴി പ്രകാരം ഇന്ന് ആ സാക്ഷിയുടെ സാന്നിധ്യത്തിൽ പ്രതിയുമായി ആ സ്ഥലത്തെത്തുകയും സദറുൽ എന്ന ഒരു ഹിന്ദിക്കാരൻ്റെ ലൊക്കേറ്റ് ചെയ്ത് അവിടെ നടത്തിയ അന്വേഷണത്തിൽ ഏകദേശം 2 ലക്ഷത്തിന് പുറത്ത് വില വരുന്ന ലാപ്ടോപ്പ്, അതുപോലെ തന്നെ 6 മൊബൈൽ, ഇത് ഈ മോഷ്ടാക്കളിൽ നിന്നും റിസീവ് ചെയ്തു. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, എങ്ങനെയാണ് പ്രതി പിടിയിലായത്? ദിവ്യ, ആറന്മുളയിൽ റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിൽ 2 പേർ ഇത്തരത്തിൽ പിടിയിലായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഈ മോഷണം മുതൽ വിൽക്കുന്ന ആണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ അസം സ്വദേശി സദറുൽ ഇസ്ലാമിനെ പോലീസ് പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. 6 മൊബൈൽ ഫോണുകളും 2 ലാപ്ടോപ്പും കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ട്രെയിനുകളുടെ വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്യുന്ന ആളുകളുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും എല്ലാം കവരുന്ന കാര്യം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ നിരവധി ആളുകളെ പിടിയിലാവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എറണാകുളത്ത് 6 മലയാളി യുവാക്കളും ഒപ്പം തന്നെ 2 ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള യുവാക്കളും ഇത്തരത്തിൽ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ഇത്തരത്തിൽ മോഷണം വർദ്ധിച്ചു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംയുക്തമായി പരിശോധന കർശനമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ പിടിയിലായവർ നൽകിയ മൊഴി പ്രകാരം ഈ മോഷണ മുതലുകളെല്ലാം തന്നെ എറണാകുളത്തെ വിവിധ ഇടങ്ങളിൽ, വിവിധ മൊബൈൽ കടകളിൽ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക് കടകളിലെല്ലാം തന്നെ വിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത്. അത്തരത്തിലുള്ള അന്വേഷണത്തിലൊടുവിലാണ് ഇത്തരത്തിൽ ഈ മോഷണം മുതൽ വാങ്ങിയ അസം സ്വദേശിയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മോഷണം മുതൽ വാങ്ങിയ ഒരു മലയാളിയെ കൂടി റെയിൽവേ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഈ മോഷണം മുതൽ വാങ്ങുന്നവരും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങൾ വാങ്ങുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഈ റെയിൽവേ പോലീസിനുള്ളത്. അത്തരത്തിലുള്ള ആളുകൾ കൂടി ഈ ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽ പെടുത്തി ഈ മോഷണത്തിന് തടയിടാനുള്ള ഒരു ശ്രമമാണ് ഈ റെയിൽവേ പോലീസും ഒപ്പം തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും നടത്തുന്നത്. എന്തായാലും പരിശോധന ശക്തമായി തന്നെ തുടരുകയാണ്. നിലവിൽ ഇതുവരെ കസ്റ്റഡിയിലുള്ള ആളുകളെ വീണ്ടും ചോദ്യം ചെയ്യും. കൂടുതൽ പരിശോധനകൾ നടത്തും. കൂടുതൽ പേർ പിടിയിലാകുമെന്ന സൂചന കൂടി അവർ നൽകുന്നുണ്ട്. ശരി,